അങ്ങനെ കാത്തിരുന്ന് ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് വെച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പൊതുവെ ഇഷ്ടമാണ്. പിന്നെ സ്കൂൾ ഹോൾ വീഡിയോ അല്ലെങ്കിൽ ആമസോൺ ഫൈൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ബാക്ക് ടു സ്കൂൾ മേടിച്ച സാധനങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അറിയാം, ഒരുപാട് ലേറ്റായി അപ്ലോഡ് ചെയ്യാനായിട്ട്. നമ്മൾ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടോ വന്നിട്ട്, പല പ്രാവശ്യമായിട്ട് വന്നിട്ടുള്ള നമ്മുടെ സാധനങ്ങളാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. ആക്ച്വലി എടുക്കാനും വൈകി കേട്ടോ. എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി നേരത്തെ അപ്ലോഡ് ആക്കിയാണ്. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സ്കൂൾ തുറക്കണതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. എന്തായാലും മിസ്സാവുമെന്നറിയാം. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ്. നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം. ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം. ഇങ്ങനെ ആമസോൺ ഫൈൻസ്, മീഷോ ഫൈൻസ്, അങ്ങനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം. ഞാൻ ഇടുന്ന വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂ വരുന്നതും അത്തരത്തിലുള്ള വീഡിയോസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആമസോൺ ഫൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ബാക്ക് ടു സ്കൂൾ സാധനങ്ങൾ മാത്രം കാണിക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഞാനതിൽ കുറച്ചല്ല, 1-2 പ്രൊഡക്റ്റ് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു ആമസോൺ ഫൈൻസ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും തന്നെയാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓരോരോ പ്രൊഡക്റ്റുകളുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ എന്നറിയില്ല. അപ്പോൾ ഇനിയും മേടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങാനായിട്ട് യൂസ്ഫുൾ. ഇതിൻ്റെയൊക്കെ നല്ലതാണോ പൊട്ടയാണോ, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്, കയ്യിൽ നേരിട്ട് കാണാത്ത പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും യൂസ്ഫുൾ ആണോ നല്ലതാണോ എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സ്കൂൾ തുറക്കാന്ന് പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ബാഗ് വാങ്ങലാണല്ലേ. അപ്പോൾ ബാഗ് തന്നെയാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വരുന്നത്. 2 ബാഗ് ഞാൻ കുട്ടൂസിനും വിസയ്ക്കും ബാഗ് മേടിച്ചു കേട്ടോ. കാരണം വിസയ്ക്ക് ഓൾറെഡി ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം യൂസ് ചെയ്യുന്ന ബാഗാണെന്ന് വെച്ചാൽ ആകെ നാശമായി. പിന്നെ അവൾക്ക് ബാഗ് ഉള്ളത് കുറച്ച് വലിയ ബാഗാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് നെക്സ്റ്റ് ഇയറിലൊക്കെ ആവശ്യം വരുള്ളൂ. അധികം ബുക്ക് വരുമ്പോഴാണ്, അതുപോലെ ഇത്തിരി കൂടി ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ വിചാരിച്ചു ഈ വട്ടം കുറച്ചും കൂടി ചെറിയൊരു ബാഗ് മേടിക്കാമെന്ന് വിചാരിക്കുന്നത്. മറ്റേത് കുറച്ച് നല്ല ബാഗാണ്. അപ്പോൾ ഇത്തിരി കൂടി വലുതായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കേടാവാണ്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് ഈ ബാഗ്. ഇതും നല്ലൊരു ബാഗാണ് കേട്ടോ. നമുക്ക് നല്ല കംഫി വെയറാണ്, മെറ്റീരിയൽ അടിപൊളിയാണ്. ഇങ്ങനെ പിന്നെയൊന്നും പെട്ടെന്ന് പോരാത്ത ടൈപ്പാണ്. പിന്നെ അടിവശം നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ അടിവശം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇത് ലൈറ്റ് കളർ ബാഗാണല്ലോ, അതുകൊണ്ട് തന്നെ അടിയിലും ലൈറ്റ് കളർ വരുമ്പോൾ പെട്ടെന്ന് അഴുക്കാവുമ്പോൾ വൃത്തികേടാവും. അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്കിഷ് ആഷ് ഗ്രേ കളറൊക്കെയാണ് കൊടുത്തതാണ് കേട്ടോ. ബ്ലാക്ക് അല്ല, ഒരു ആഷോ ഒരു ഗ്രേ, അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ഗിയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതിന് വരുന്നത് ഒരു 3 കമ്പാർട്ട്മെൻ്റ് ആണ്, 2 സിപ്പ് വീതം വരുന്നുണ്ട്. ഉള്ളിൽ അത്യാവശ്യം തന്നെ സ്പേസ് വരുന്നുണ്ട് കണ്ടോ. നമുക്ക് അത്യാവശ്യം തന്നെ ഉള്ളിൽ സ്പേസ് വരുന്നുണ്ട്. 3 കമ്പാർട്ട്മെൻ്റ് ആണ് ഇതിന് വരുന്നത്. ഇതിൽ നമുക്ക് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിൽ അങ്ങനെയൊക്കെ വെക്കാം. പിന്നെ ഇവിടെ വേറൊരു കമ്പാർട്ട്മെൻറ്റ് കൂടെ വരുന്നുണ്ട്. നമുക്ക് മൂന്നാമത്തെ ഈ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെ നിങ്ങളുടെ എന്താ വെച്ചാൽ ആവശ്യമനുസരിച്ച് നോക്കി വെക്കാം. 3 കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട്. നോർമലി ഇതിലൊന്നും അങ്ങനെ വെക്കാറില്ല, എന്നാലും ഇവിടെ ഒരെണ്ണം കൂടി എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിബൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ നല്ല സിബാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിബാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു നെറ്റ് പോലത്തെ ഇങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇങ്ങനെ ഈ എന്താ പറയുക ബാൻഡിന് ഇങ്ങനെ സ്പോഞ്ച് വരുന്ന കാരണം നമുക്ക് വേദന എടുക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വള്ളി ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് ഉണ്ട്. അപ്പോൾ ഇതൊരു ഹാൻഡി പിടിക്കാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ പോലെ എനിക്ക് തോന്നി. മറ്റുള്ളത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഒരു പാഡ് പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിടിക്കാനൊക്കെ അടിപൊളിയാണ്. നല്ല ബാഗാണ് കേട്ടോ. പിന്നെ കളറും എനിക്ക് ഇതിൻ്റെ പാറ്റേണും ഡിസൈനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇത് മേടിച്ചത്. നല്ല ബാഗാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്. പ്രൊഡക്റ്റ് വരുന്നത്
കുട്ടൂസിന് മേടിച്ച ബാഗാണ്. സ്പൈഡർമാൻ്റെ ബാഗ് വേണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്പൈഡർമാൻ തപ്പി ഇറങ്ങിയതാണ്. ഇതാണ് കേട്ടോ ബാഗ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കുറച്ചും കൂടി വലിപ്പം, നീളമല്ല, ഇത്തിരി കൂടി വീതി കൂടുതലുണ്ട്. കുഴപ്പമില്ല, ഇടുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വല്ലാണ്ട് വലുതായിട്ടാണ് തോന്നുന്നില്ല. ഇതും വലിയ കുഴപ്പമില്ലാത്ത ബാഗാണ്. അതിൻ്റെ അത്രയ്ക്ക് റേറ്റ് ബാഗിന് ഇല്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓർമ്മയില്ല, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയ്ക്കും സോഫ്റ്റ് അല്ല, മെറ്റീരിയൽ കുറച്ചുകൂടി ഹാർഡാണ്. പിന്നെ ഈ പാറ്റേണിൽ ഇങ്ങനത്തെ ബാഗുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നല്ല മെറ്റീരിയലിൻ്റെ, അങ്ങനത്തെ മെറ്റീരിയലിൽ ഈ സ്പൈഡർമാൻ്റെ പാറ്റേൺ ഒന്നും ഇല്ല. ഇവനാണെങ്കിൽ സ്പൈഡർമാനെ പിടിച്ച് നിൽക്കാം. അപ്പോൾ ഇതിൻ്റെ കമ്പാർട്ട്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടി സ്പേസ് ഇതിൻ്റെ ഉള്ളിലാണ്. കാരണം കുറച്ചും കൂടി വിഡ്ത്ത് ഉണ്ടല്ലോ, കണ്ടോ. 2 കമ്പാർട്ട്മെൻറ്റേ ഇതിന് വരുന്നുള്ളൂ. പിന്നെ KG കുട്ടികൾക്കൊക്കെ പിന്നെ ക്രാഫ്റ്റൊക്കെ കുറവാണല്ലോ. പിന്നെ സൈഡിൽ ഇതാ വാട്ടർ ബോട്ടിലിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് കുട വയ്ക്കുകയാണെങ്കിൽ കുട വയ്ക്കാം. അങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതും അടിപൊളിയാണ്. ഇതിനൊക്കെ ഏകദേശം ഒരു 400 സംതിങ് റേറ്റ് ഒക്കെ ഉള്ളൂ കേട്ടോ. 500 ബിലോ ആണ് റേറ്റ് ഉള്ളത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തത്. ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ മേടിച്ചാണ് കേട്ടോ കമ്പാർട്ട്മെൻറ്റ് ഉള്ളതുണ്ടല്ലോ. കാരണം ഇവിടെ പിള്ളേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കറിയുടെ കൂടെ ഫ്രൈസ് വേണം, അങ്ങനെ 1-2 തരം നമുക്ക് വേണം. അപ്പം ഞാൻ കുറേ ഇങ്ങനെ ലഞ്ച് ബോക്സ്, അതിൻ്റെ കൂടെ സ്നാക്സ് ബോക്സ്, പിന്നെ കറി ഇടാനൊരു ബോക്സ്, പിന്നെ വറവിനൊരു ബോക്സ്, പിന്നെ തൈരില്ലാണ്ട് പറ്റില്ലേ കുട്ടൂസിന്, അപ്പോൾ തൈരിനൊരു ബോക്സ്, അങ്ങനെ ഒരു 3, 4, 5 ബോക്സ് ആക്കിയിട്ടാണ് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വട്ടം വാങ്ങുമ്പോൾ ഇങ്ങനെ കമ്പാർട്ട്മെൻ്റ് ഉള്ളത് മേടിക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ മേടിച്ചേട്ടോ. ഉണ്ടോ. അപ്പോൾ 2 ആൾക്ക് ഒരേപോലത്തെ മേടിച്ചു. ഇത് ഇസയ്ക്ക് മേടിച്ചതാണ്. ഇതൊരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളറും അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് അല്ല, എന്നാലും അങ്ങനത്തെ ഒരു മെറ്റീരിയലിൽ വരുന്ന ലിഡാണ് വരുന്നത്. ഇതിനിപ്പോൾ കണ്ടോ ലോക്കൊക്കെ എളുപ്പമുണ്ടോ പിള്ളേർക്ക്, അതിലും തുറക്കാനും അടയ്ക്കാനൊക്കെ ഈസിയാണ്. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് അഴിക്കുക വേണ്ടോ. ഇതിന് നമുക്കൊരു എക്സ്ട്രാ 2 ക്ലിപ്പും കൂടെ കിട്ടൂട്ടെ, കുട്ടാണെങ്കിൽ വെക്കാനായിട്ട്. പിന്നെ ഇത് നമുക്ക് എയർ ടൈറ്റ് ആക്കാനാണ്. ഇങ്ങനെ പ്രസ് ചെയ്താൽ എയർ ടൈറ്റ് ആയി. പിന്നെ നമുക്ക് തുറന്ന് പോയില്ല പെട്ടെന്ന്, കണ്ടോ ഇങ്ങനെ തുറന്ന് പോയില്ല. അപ്പോൾ നമുക്ക് ക്ലിപ്പ് അഴിച്ചതിന് ശേഷം ഇതിങ്ങനെ റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഓരോ വാഷുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കറി ടൈപ്പൊക്കെ ഇടുമ്പോൾ ലീക്ക് ആവാണ്ടിരിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 4 കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4 എണ്ണത്തിൻ്റെ മേടിച്ചില്ല. നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ കുട്ടികൾ കൊണ്ടുപോകണം. ഇതിൻ്റെ ശബ്ദം ഉണ്ടല്ലേ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്പൂൺ വരുന്നുണ്ട്. സ്പൂൺ നല്ല ക്വാളിറ്റിയുള്ള സ്പൂണാണ്, അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഫോർക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് 2 ചോപ്പ് സ്റ്റിക്കും കൂടെ വരുന്നുണ്ട്. ഇതുകൊണ്ട് വലിയ പ്രയോജനം തോന്നില്ല, കഴിക്കാൻ അറിയുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണത്തിൽ ചോപ്പ് സ്റ്റിക്ക് വയ്ക്കാം, ഒരെണ്ണത്തിൽ സ്പൂൺ വയ്ക്കാം, ഒരെണ്ണത്തിൽ ഇങ്ങനെ ഫോർക്ക് വയ്ക്കുക. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ഫുഡ് വയ്ക്കുന്ന ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ട്രൈ ചെയ്യാനുണ്ടോ. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇങ്ങനത്തെ ലഞ്ച് ബോക്സ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ ഊരി എടുക്കാവുന്ന ടൈപ്പ് മേടിക്കാട്ടോ. ചിലതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് അഴിക്കാൻ പറ്റില്ല. നമ്മൾ കാസറോളിൻ്റെ ഉള്ളിലൊക്കെ തെർമോക്കോളിൻ്റെ ഒരു സംഭവം വെച്ചിട്ടില്ലേ, അങ്ങനെ വെച്ചിട്ട് അവർ പശ വെച്ചിങ്ങനെ ഒട്ടിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഊരിയൊന്നും പോരില്ല. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ വയറിനൊക്കെ ഇൻഫെക്ഷൻ വരണു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കഴുകണ വെള്ളം അതൊക്കെ കുറേശ്ശെ പോകാൻ തുടങ്ങും. അപ്പോൾ ഒരാളുടെ ലഞ്ച് ബോക്സ് ഇങ്ങനെ അഴിച്ചിട്ട് ഞാൻ റീൽസിൽ കണ്ടതാണ്. ശരിക്കും ഉള്ളതാണോ ഇല്ലോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അത് നോർമലി വരാൻ ചാൻസ് ഉള്ള സംഭവമാണ്. അത് അഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ പുഴുക്കളായിരുന്നു. അപ്പോൾ ഈ കുട്ടി ഡെയിലി ലഞ്ച് ബോക്സിൽ ഫുഡ് കൊണ്ടുവരും കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് എണ്ണമയൊക്കെ കിടക്കുമ്പോഴുണ്ടല്ലോ അണുക്കൾ അടിയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഊരുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാനും എല്ലാം ഈസിയാണല്ലോ. അപ്പോൾ ഇത് നല്ല ലഞ്ച് ബോക്സ് ആണ്. കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ എന്ത് ചോറ് കൊള്ളും, എന്ത് കറി കൊള്ളുന്നു. പക്ഷെ ഇതിൽ ഫുഡ് ഇട്ടിട്ട് ഞാൻ ഇട്ട് നോക്കി, റൈസ് ഇട്ടിട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് ഇടുമ്പോൾ നമ്മൾ നോർമലി നമുക്കൊരാൾക്ക് കഴിക്കാവുന്ന ഫുഡ് ഇതിൽ കൊള്ളുന്നുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ നമുക്ക് കറി വെക്കുകയാണെങ്കിൽ വെക്കാം, ഒരെണ്ണത്തിൽ വറവ് വെക്കണമെങ്കിൽ വെക്കാം. ഇനിയും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. പിന്നെ നോർമലി നമ്മുടെ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കണമെങ്കിൽ അങ്ങനെ ആവാം.
ഇതുപോലെ തന്നെ സെയിം ആണ് ഇതും വരുന്നത് കേട്ടോ. വേറെ കളർ ചേഞ്ച് ആണെന്നേ ഉള്ളൂ. ഇതുപോലെ ഇതിലും ഒരു ഫോർക്കും ഒരു സ്പൂണും 2 ചോപ്സ്റ്റിക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അടിപൊളി പ്രൊഡക്റ്റാണ്. ലിങ്ക് വേണ്ടവർക്ക് വാങ്ങണം എന്നുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിലാണ്. സ്റ്റീലിൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ മേടിച്ചത്. കഴിഞ്ഞ വട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടൂസിന് ഞാൻ ഈ സ്ട്രോ ഉള്ള സിപ്പർ ടൈപ്പ് ഉണ്ടല്ലോ, LKG-യിലല്ല ആയിട്ടുള്ളൂ. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ മൂക്കിൽ പോയാലോ വണ്ടിയിൽ ഒക്കെ ഇരിക്കുമ്പോൾ വെള്ളം ദാഹിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് സ്ട്രോ ഉള്ള ടൈപ്പാണ് മേടിച്ചത്. അങ്ങനെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അഴുക്കൊക്കെ ഇരുന്നിട്ടേ നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റീലിൻ്റെ മേടിച്ചു. അപ്പോൾ അവന് സ്പൈഡർമാൻ തീം തന്നെ വേണമെന്നുള്ളതുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയായാലും നോക്കി പെയിൻ്റൊക്കെ പോകുന്നത് എനിക്കറിയാം. പിന്നെ നോക്കുമ്പോൾ ഫുൾ ഇങ്ങനെ കളറൈസാക്കി കഴിഞ്ഞ വട്ടം മേടിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനെ സ്ക്രാച്ച് വന്നിട്ടേ ആകെ വൃത്തികേടാവാം. ഇതുമ്മേ ഇപ്പോൾ ഈ പെയിൻറ് പൂട്ടാവും, അതെനിക്ക് ഉറപ്പായി പോവും. അപ്പോൾ എന്നാലും വലിയ വൃത്തികേടില്ല, സ്റ്റീലായിട്ട് നിൽക്കും. അധികം ഇല്ലല്ലോ പ്രിൻ്റ്. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ അടപ്പനുണ്ടല്ലോ, അതും കുറച്ച് കളർഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചേട്ടാ. നോർമൽ വാട്ടർ ബോട്ടിലിനെക്കാട്ടും പ്ലാസ്റ്റിക് ബോട്ടിലിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനത്തെയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയൊരു വാഷ് മൗത്ത് പോലെയാണ്. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ഈസിയാണ്. പിന്നെ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കഴുകാനും നല്ല സുഖമാണ്. അത്യാവശ്യം തന്നെ വായുവട്ടം വരുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 800-850 ml ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്ര തന്നെ വെള്ളം കുടിക്കുള്ളൂ. അപ്പം അതുപോലെ തന്നെ സെയിം ആണ് ഇസയ്ക്കും മേടിച്ചിട്ടാ. ഒരു ഡിസ്നി പ്രിൻസസിൻ്റെ ഒരെണ്ണം മേടിച്ചു. അപ്പോൾ ഇതും ഏകദേശം പറഞ്ഞല്ലോ ബാഗും തമ്മിൽ നല്ല മാച്ചാണ് കേട്ടോ. അത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഫാനാണ്. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ജസ്റ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫാനൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ ഇവിടെ AC ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഉഷ്ണിച്ചിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു മേക്കപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂഷ്വലി യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ചെറിയ ഉണ്ണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇപ്പോൾ AC ഉള്ളിടത്ത് പോയി ഇരിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ തന്നെ മേടിച്ച് വെക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ണികളൊക്കെ വാശി പിടിക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഫാൻ്റെ എന്താ. പിന്നെ അത്യാവശ്യം സ്പീഡുണ്ട്. ഫാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ കിടന്നോളൂ കേട്ടോ, വാശി പിടിക്കാണ്ട്. ഇതിൽ 3 സ്പീഡുകളാണ് വരുന്നത്. നല്ല സൗണ്ട് കേട്ടോ. 3 സ്പീഡാണ് വരുന്നത്. ഇതിനിപ്പോൾ ബ്ലാക്ക് കളർ വാങ്ങിച്ചാണ് കേട്ടോ. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ടേബിളിൽ നിന്ന് വെച്ചിട്ട് വേണമെങ്കിൽ കാറ്റ് കൊള്ളാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഊരി എടുത്തിട്ട് കുളത്തിടണമെങ്കിൽ കുളത്തിടാം കേട്ടോ. അപ്പോൾ പല വിധത്തിൽ നമുക്കിതിനെ യൂസ് ചെയ്യാം. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കുക വേണ്ടോ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചാർജിങ് ഹോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് നോർമലി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു ചാർജർ തരുന്നുണ്ട്, അഡാപ്റ്റർ തരുന്നില്ല, ചാർജർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാർജർ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം. ഒരു 6 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 മണിക്കൂറൊക്കെ സുഖമായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് വേണ്ടവർക്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം ഒരു 500-600 റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഓർത്താണ്, അടിപൊളിയാണ്, നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിലോ കേട്ടോ, മുടിയൊക്കെ പറക്കുന്നത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഞാൻ ഇപ്പോൾ നമ്മുടെ കബോർഡൊക്കെ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ മടക്കി പറക്കി വെച്ചാലും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് ആകെ വൃത്തികേടാവും. അപ്പം ഞാൻ കുറേ നാൾ മുന്നേ ഇപ്പോൾ ഏകദേശം 1 വർഷം 1.5 വർഷമൊക്കെ ആയിട്ടുണ്ട് ഇതുപോലെ ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് മേടിച്ചിട്ട് സെപ്പറേറ്റ് ഓരോ സാധനങ്ങൾ അതിലായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ 2 സെറ്റ് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സെറ്റ് കൂടി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വട്ടം മേടിച്ചതാണ് കേട്ടോ ഈ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം വലിയ ബാസ്ക്കറ്റാണ്. ഇതിനിപ്പോൾ അധികം റേറ്റ് എന്ന് പറയുന്നത് 100 ഒരെണ്ണത്തിന് നോക്കുകയാണെങ്കിൽ 100-100 സംതിങ് ഒക്കെയാണ് വരുന്നത്. അത്യാവശ്യം ഇതിന് ലിഡ് ഉണ്ട് കേട്ടോ. ഞാൻ ലിഡ് എടുത്തില്ല, ലിഡ് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് കുട്ടികളുടെ ഡ്രസ്സ്, നമ്മുടെ ഡ്രസ്സ്, വെസ്റ്റേൺ ഡ്രസ്സ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തപ്പിയാൽ മതി. അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെയാണെന്ന് വെച്ചെന്ന് ഒരു ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തപ്പിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മടക്കി വെക്കുകയും ചെയ്യാം. ഇൻ കേസ് മടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ 1.5 കൊല്ലമൊക്കെയായി തോന്നുന്നു കേട്ടോ മേടിച്ചിട്ട്. അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും തുണികൾ വെക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് കേട്ടോ.
അപ്പം ഇതിനിടയിൽ എഴുന്നേറ്റ് പോകേണ്ടി വരുമ്പോഴേ ഞാൻ പറഞ്ഞത് വെച്ച് മറന്നു പോവാം. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനത്തെ ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മേടിച്ചത് എനിക്ക് തോന്നുന്നു ഇത് മാത്രം ആമസോൺ അല്ല കേട്ടോ മേടിച്ചത്. ആമസോൺ ഫൈൽസ് എന്ന് പറഞ്ഞാലും ഇത് മാത്രം ആമസോണിൽ നിന്നല്ല, അജിയോ എന്നാണ്. ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടിപൊളി ചെരുപ്പാണ്, നല്ല സോഫ്റ്റ് ആണ് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. ഇത് മെറ്റീരിയൽ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആർക്കും ചേരുന്ന ഒരു ടൈപ്പ് ചെരുപ്പാട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിൽ കൂടി നമുക്ക് എല്ലാ എന്താ പറയുക സ്കിൻ ടോണിനും മാച്ച് ചെയ്ത് പോകുന്ന കണ്ടോ. ഇതിൻ്റെ സൈഡൊക്കെ അടിപൊളിയാണ്. ഞാനിത് ഇട്ടു കേട്ടോ, ഒരു വട്ടം ഇട്ട് നോക്കി. കുറച്ച് നേരം ഇട്ട് നോക്കിയിട്ടുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇട്ട് അങ്ങനെ പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സോഫ്റ്റ് ഉണ്ട് ഇങ്ങനെ ഇട്ട് നോക്കുമ്പോഴേ. അപ്പോൾ ഇത് നമുക്ക് ഇടാൻ നല്ല സുഖമാണ് കേട്ടോ. കാലുവേദന ഉള്ളവർക്കൊക്കെ ഇടാൻ നല്ല സുഖമാണ്. എന്നുവെച്ചാൽ ചില ചെരുപ്പിടുമ്പോഴിങ്ങനെ കല്ല് പോലെയാണല്ലോ, ഇത് ഇടുമ്പോൾ നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇപ്പോൾ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ കുറച്ചധികം നടക്കണം എന്നൊക്കെയുള്ള കേസിലൊക്കെ വരികയാണെങ്കിൽ ഇത് അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ മഴക്കാലത്ത് എനിക്ക് പൊതുവെ കാലുവേദനയുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് എല്ലാത്തിലും കാലുവേദനയുടെ കാര്യത്തിൽ പൊക്കി പറയുന്നത്. അപ്പോൾ നമുക്ക് അകത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ ഓൾറെഡി ഒരു ചെരുപ്പ് മേടിച്ചതായിരുന്നു കേട്ടോ, നോർമൽ റബ്ബറിൻ്റെ ചെരുപ്പ്. അപ്പോൾ എനിക്ക് അതിട്ടിട്ട് അതിട്ടിട്ടല്ല, എനിക്ക് കാലിൻ്റെ അടിയിൽ തൊലി പോണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മുള്ളു കുത്തുന്ന പോലെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെയായപ്പോൾ ഞാൻ ആമസോണിൽ നോക്കി മേടിച്ചത്. പിന്നെ തണുപ്പാണല്ലോ, അങ്ങനെ പ്രതീക്ഷിച്ച് വാങ്ങിച്ചല്ല, ചെരുപ്പ് വേണം എന്നുള്ള രീതിക്ക് മേടിച്ചതാണ്. ഈ ചെരുപ്പ് ഇങ്ങനെ പഞ്ഞി പോലത്തെയാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയല്ലേ, അപ്പോൾ നമുക്ക് ഈ പഞ്ഞി പോലത്തെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ കൂട പോലത്തെ ഇങ്ങനെ കൊഴിയണ ടൈപ്പല്ല കേട്ടോ, അത് നല്ലതാണ്. ഇത് ഞാൻ കുറച്ച് നാളിട്ടിട്ട് അകത്ത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ കൂടെ ഒന്നും ഇങ്ങനെ കൊഴിഞ്ഞ് പോണ ടൈപ്പൊന്നുമല്ല. നമുക്ക് വെച്ചാൽ ഇപ്പം മഴക്കാലമാണല്ലോ, അത്യാവശ്യം ഇത് ചൂട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ തണുപ്പ് കാലത്ത് നമുക്കൊരു ചെറിയൊരു ചൂട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം കാലുവേദന ഉള്ളവരും നല്ല എല്ലാവർക്കും ഇടാം, അടിപൊളിയാണ്. കാണിച്ച പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഒന്നും എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് പറയാൻ തോന്നിയിട്ടില്ല കേട്ടോ, ഒന്നും അങ്ങനെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെയുള്ളത് ഈ ബോട്ടിലിൻ്റെ സ്ക്രാച്ച് വരും എന്നുള്ളതാണ്. ഈ പെയിന്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അപ്പോൾ കുറച്ച് പ്രിന്റിങ് അല്ലേ ഉള്ളൂ, അപ്പോൾ പോയാലും വലിയ ബോറില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. ഇന്നത്തെ ആമസോൺ ഫൈൻസിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബാസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3ാമത്തെ സെറ്റായി മേടിക്കുന്നത്. നമുക്ക് ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ട് അലമാരിയിൽ തപ്പി എടുക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്, എല്ലാത്തിനും ഈസിയാണ്. ഇങ്ങനെ വലിച്ച് വാരിപ്പിനൊക്കെ എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടിപൊളി ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും. ടിൽ ദെൻ ബൈ.